ഹായ് ഡിയവൻസ്, വെൽക്കം ടു ടൂസ് അക്കാഡമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് HSST കൊമേഴ്സിന്റെ സിലബസിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡും ഉണ്ട്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും ഉണ്ട്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഒരു സിമ്പിൾ റിവിഷൻ ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. എഡ്മണ്ട് അമിഡൻ അദ്ദേഹം ടീച്ചിങ്ങിനെ ഡിഫൈൻ ചെയ്യുന്നത്, ടീച്ചിങ് ഈസ് ഡിഫൈൻഡ് ആസ് എൻ ഇന്ററാക്റ്റീവ് പ്രോസസ്. ടീച്ചിങ് എന്ന് പറയുന്നത് ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. പരസ്പരം ഒരു അധ്യാപകനും വിദ്യാർത്ഥികളും തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ്. പ്രൈമർലി ഇൻവോൾവിംഗ് ക്ലാസ് റൂം ടോക്ക്. അതിൽ ആ ഇന്ററാക്ഷനിൽ അടിസ്ഥാനപരമായിട്ട് വരുന്നത് ക്ലാസ് റൂമിൽ നടക്കുന്ന സംഭാഷണങ്ങളാണ്. വിച്ച് ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് pupil and occurs during certain definable activity. ക്ലാസ് മുറിയിൽ അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷനും അതേപോലെ ഒരു ഡിഫൈനബിൾ ആയിട്ടുള്ള നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്ന ഒരു ആക്ടിവിറ്റിയും കൂടിയാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ടീച്ചിങ്ങിന്റെ മറ്റൊരു ഡെഫിനിഷൻ ആണ് ടീച്ചിങ് ഇസ് എ ഡിസിപ്ലിൻഡ് സോഷ്യൽ പ്രോസസ്. ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള അച്ചടക്കമുള്ള ഒരു സോഷ്യൽ പ്രോസസ് ആണ്. where the teacher influences the behavior of less experienced pupil. അധികം പരിചയസമ്പത്ത് ഇല്ലാത്ത വിദ്യാർത്ഥികളുടെ സ്വഭാവത്തിലും അവരുടെ ആറ്റിറ്റ്യൂഡിലും ഒക്കെ ടീച്ചർമാർക്ക് ഇൻഫ്ലുവൻസ് ചെലുത്താനായിട്ട് സാധിക്കുന്നു. ഹെൽപ്സ് ദം ഡെവലപ്പ് അക്കോർഡിംഗ് ടു നീഡ് ആൻഡ് ഐഡിയാസ് ഓഫ് സൊസൈറ്റി. സമൂഹത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് അവർക്ക് അവരുടെ നീഡ് ആൻഡ് നെസസിറ്റിക്ക് അനുസരിച്ച് അവർക്ക് അവരെ ഡെവലപ്പ് ചെയ്യാനും ടീച്ചിങ് എന്ന് പറയുന്ന പ്രോസസ് ഹെൽപ്പ് ചെയ്യുന്നു. ഇത് റൈസന്റെ ഡെഫിനിഷൻ ആണ്. അടുത്തത് ക്ലാർക്ക് പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഓൾ ഓർഗനൈസ്ഡ് ആക്ടിവിറ്റീസ് റിസൾട്ടിങ് ഇൻ എ ബിഹേവിയർ മോഡിഫിക്കേഷൻ. ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിയുടെ സ്വഭാവ രൂപീകരണത്തിന് അല്ലെങ്കിൽ സ്വഭാവം മോഡിഫൈ ചെയ്യുന്നതിന് സഹായിക്കുന്ന ഒരു ഓവറോൾ പ്രോസസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ടീച്ചിങ്ങിന്റെ ലക്ഷ്യം എന്തൊക്കെയാണ്? വിദ്യാർത്ഥികൾക്ക് അറിവ് കൊടുക്കുക, ടു പ്രൊവൈഡ് നോളജ്. ആൻഡ് അറിവ് കൊടുത്താൽ മാത്രം മതിയോ? അല്ല, മാറുന്ന ഡെവലപ്പ് ചെയ്യുന്ന ഈ സൊസൈറ്റിക്ക് ഒപ്പം എത്തിപ്പെടാനും നമ്മൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കണം. അവരുടെ സ്വഭാവത്തെ മോൾഡ് ചെയ്യാനും ഷേപ്പ് ചെയ്യാനും പറ്റണം. To nurture students during all stages of learning. എല്ലാ സ്റ്റേജസ് ഓഫ് ലേണിംഗിലും അവർക്ക് ആവശ്യമുള്ളത് കൊടുത്ത് അവരെ നർച്ചർ ചെയ്യാൻ, അവരെ പരിപോഷിപ്പിക്കാൻ സാധിക്കണം. അവർക്ക് അറിവ് കൊടുത്താൽ മാത്രം പോരാ, അവർക്ക് അറിവും അഴകും വിവേകവും കൊടുക്കാൻ പറ്റണം. മോറൽസ്, വാല്യൂസ്, പഞ്ച്വാലിറ്റീസ്, ഡിസിപ്ലിൻസ് എല്ലാം സ്റ്റുഡൻസിന് കൊടുക്കാനായിട്ട് സാധിക്കണം. അതേപോലെ തന്നെ അവരുടെ ഉള്ളിൽ ഒരു സാമൂഹ്യ ബോധം, ഒരു സാഹോദര്യ ബോധം, ഒരു ടീം വർക്ക്, ഒരു ലീഡർഷിപ്പ്, ഒരു ടീം സ്പിരിറ്റ് ഇതെല്ലാം ഡെവലപ്പ് ചെയ്യാനായിട്ട് ക്ലാസ് റൂം ആക്ടിവിറ്റീസിലൂടെ നമുക്ക് സാധിക്കണം. ഇന്നത്തെ ജനറേഷനാണ് നാളത്തെ ഫ്യൂച്ചർ ജനറേഷൻസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ സിറ്റിസൺസ് എന്ന് പറയുന്നത്. അപ്പൊ നാളത്തെ ഒരു നല്ല പൗരന്മാരെ സൃഷ്ടിക്കാനായിട്ട് ടീച്ചിങ്ങിലൂടെ നമുക്ക് സാധിക്കണം. മൊത്തത്തിൽ നമ്മൾ പറഞ്ഞാൽ ദ ഓൾറൗണ്ട് ഡെവലപ്മെന്റ് ഓഫ് എ സ്റ്റുഡന്റ് ആണ് ഒരു ടീച്ചിങ് ലക്ഷ്യം വെക്കുന്നത്. ടീച്ചിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന്റെ നേച്ചർ നമ്മൾ നോക്കുവാണെങ്കിൽ ഡൈനാമിക് ആയിട്ടുള്ള എപ്പോഴും മാറ്റങ്ങൾ വരുന്ന ഒരു മേഖലയാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. അതൊരു സോഷ്യൽ പ്രോസസ് ആണ്. അതേപോലെ ഒരു കൈൻഡ് ഹാർട്ടഡ് അല്ലെങ്കിൽ ഒരു ഹ്യൂമെയിൻ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഇപ്പൊ ഒബ്ജക്റ്റീവ്സും ഒക്കെ പറഞ്ഞു. നമ്മൾ എയിംസ് നോക്കുവാണെങ്കിൽ സെയിം തന്നെയാണ്. ചേഞ്ച് ദ ബിഹേവിയർ ഓഫ് സ്റ്റുഡൻസ്. കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിലും നവീകരണത്തിലും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ലേണിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അവരുടെ സ്വഭാവവും അവരുടെ പെരുമാറ്റവും അച്ചടക്ക രീതികളും എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ ടീച്ചിങ്ങിലൂടെ സാധിക്കും. അവർക്ക് പുതിയ പുതിയ അറിവുകളും പുതിയ പുതിയ വിശ്വാസങ്ങളും ഫോം ചെയ്യാനായിട്ട് ടീച്ചിങ്ങിലൂടെ നമുക്ക് സാധിക്കും. ഇനി മോഡേൺ കൺസെപ്റ്റ്സ് ഓഫ് ടീച്ചിങ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ക്വസ്റ്റ്യനിങ്. By the teacher,
ടു ദ സ്റ്റുഡൻറ് ആൻഡ് സ്റ്റുഡൻറ് ടു ദ ടീച്ചർ. ഒരു കാലത്ത് അധ്യാപകരോട് തിരിച്ചു ചോദ്യങ്ങൾ ചോദിക്കാൻ കുട്ടികൾ അധികം മുതിർന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് അധ്യാപകനോടോ അധ്യാപികയോടോ തിരിച്ചു ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു സംവാദന രീതിയാണ് ക്ലാസ് മുറികളിൽ ഉള്ളത്. ഡിസ്കഷൻസ്, ക്ലിയറിംഗ് ഡൗട്ട് ടു സ്റ്റുഡൻസ്, എക്സ്പ്രഷൻ ഓഫ് തോട്ട്സ് ആൻഡ് ടീച്ചർ ഡിറക്ട്സ് ഡിസ്കഷൻ. ക്ലാസ് മുറികളിൽ എന്നും ഒരു ഡിസ്കഷൻ പ്ലാറ്റ്ഫോംസ് ആയിട്ട് ഉയർന്നു വരാറുണ്ട്. അവിടെ അധ്യാപകനും വിദ്യാർത്ഥികളും തമ്മിൽ പുതിയ പുതിയ ആശയങ്ങളെ കുറിച്ച്, അവരുടെ അറിവുകളെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ അവർക്ക് അറിയുന്ന വിശ്വാസങ്ങളെ കുറിച്ച്, പുതിയ പുതിയ ബിലീഫ്സ്, ഐഡിയാസ്, കൺസെപ്റ്റ്സ് എല്ലാത്തിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ഇൻവെസ്റ്റിഗേഷൻ. ടീച്ചർ പറയുന്ന കാര്യങ്ങളെ അപ്പാടെ അതുപോലെ തന്നെ കണ്ണുമടച്ച് വിശ്വസിക്കുന്ന ഒരു ജനറേഷൻ അല്ല ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതിന് പകരമായിട്ട് അവർ തന്നെ ആശയങ്ങൾ കണ്ടെത്തി അവരുടെ ലോജിക്കലി അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം ഉൾക്കൊണ്ട് അതനുസരിച്ച് പെരുമാറുന്ന രീതിയാണ് ഉള്ളത്. ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ അവർ പഠിക്കുന്ന കാര്യങ്ങളെ പുസ്തകത്തിൽ മാത്രം ഒതുക്കി നിർത്താണ്ട് അതിന് പ്രാക്ടിക്കൽ തോട്ട്സ് കണ്ടെത്തുന്ന ഒരു കൂട്ടം ഒരു ജനതയാണ് നമ്മുടെ ഇപ്പൊ പ്രസന്റ്ലി നമ്മുടെ കയ്യിലുള്ളത്. ബേസിക് റിക്വയർമെന്റ്സ് ഇൻ ടീച്ചിങ്. നമുക്ക് ഏറ്റവും വേണ്ട ഒരു 3 വേരിയബിൾസ് ഇൻ ടീച്ചിങ് നമ്മൾ നോക്കുവാണെങ്കിൽ ടീച്ചർ വേണം, സ്റ്റുഡന്റ് വേണം, അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു സോഷ്യൽ എൻവയോൺമെന്റ് നമുക്ക് വേണം. അതുപോലെ തന്നെ വേണ്ട മറ്റൊരു കാര്യമാണ് പ്രൊഫഷണലിസം. അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയ്ക്ക് ആ ഒരു പ്രൊഫഷണലിസം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കണം. പഠിപ്പിക്കാൻ അനുയോജ്യമായിട്ടുള്ള ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് വേണം. ടീച്ചർ സ്റ്റുഡൻറ് റിലേഷൻഷിപ്പ് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം. അതേപോലെ സ്റ്റുഡൻസ് ഡിസിപ്ലിൻ ഉള്ളതായിരിക്കണം. ഡിസിപ്ലിൻസ് ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ എല്ലാവരും ഭയങ്കര പെർഫെക്റ്റ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല അല്ലെ, പക്ഷെ അല്ലെങ്കിലും ആ ഡിസിപ്ലിൻ മൈൻഡിലേക്ക് അവരെ എത്തിക്കാൻ നമുക്ക് സാധിക്കണം. ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ് ഡിവോഷൻ ടു ടീച്ചിങ് ആൻഡ് ദ ലേണിംഗ് പ്രോസസ്. അധ്യാപകനും വിദ്യാർത്ഥിക്കും ഒരേപോലെ ഈ ഒരു പ്രോസസ്സിനോട് ഒരു ഡിവോഷൻ വേണം, ഒരു ആരാധന വേണം, ഒരു ആദരവ് വേണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിതിനെ ഏറ്റവും വിലമതിക്കാനാകാത്ത സ്വത്ത് എന്ന് കണ്ട് നമുക്കിത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. ലേണേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഒന്ന്, റെഡിനെസ് ഉണ്ടാവണം. പഠിക്കാനുള്ള ഒരു ഇഷ്ടം, ഒരു മോട്ടിവേഷൻ, ഒരു ഇൻട്രസ്റ്റ്, ഒരു താല്പര്യം എല്ലാം അവരുടെ ഉള്ളിൽ ഉണ്ടാവണം. അതുപോലെ എക്സസൈസ്, പഠിച്ച കാര്യങ്ങളെ ഫലപ്രാപ്തിയിൽ എത്തിക്കുവാനും അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രാക്ടിക്കൽ യൂസിന് അവർ വില്ലിങ് ആവണം. എഫക്ട്, activities associated with pleasure are preferred over that lead to pain and punishment. അതായത് അവർക്ക് വേദനകളും വിഷമങ്ങളും സമ്മാനിക്കുന്നവനേക്കാൾ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം അവർക്ക് പ്ലഷർ കൊടുക്കുന്ന ആക്ടിവിറ്റീസ് ആണ്. ആറ്റിറ്റ്യൂഡ് ആൻഡ് ഹാബിറ്റ്, എപ്പോഴും അവരെ പോസിറ്റീവായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പോസിറ്റീവ് മൈൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന, എൻകറേജ് ചെയ്യുന്ന, മോട്ടിവേഷൻ കൊടുക്കുന്ന, ഇൻട്രസ്റ്റ് ജനിപ്പിക്കാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ആബ്സെൻസ് ഓഫ് ആങ്കർ ആൻഡ് ജലസി. വിദ്യാർത്ഥികൾക്ക് വേണ്ടാത്ത ഒരു കാര്യമാണ് ജലസി അല്ലെങ്കിൽ ദേഷ്യം, ആങ്കർ എന്ന് പറയുന്നത്. സ്ലോ ബിഗിനിങ്, മതി നമ്മൾ ഗ്രാജുവലി നമ്മൾ ഡെവലപ്പ് ചെയ്ത് വന്നാൽ മതിയാകും. സ്ലോ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ഗ്രാജുവൽ ഡെവലപ്മെന്റിലേക്ക് എത്തിയാൽ മതിയാകും. ടീച്ചിങ് പ്രോസസ് എന്ന് പറയുന്നത് നമുക്ക് മൂന്നായി തിരിക്കാം. പ്രീ ആക്റ്റീവ് ഫേസ്, ഇന്ററാക്റ്റീവ് ഫേസ് ആൻഡ് പോസ്റ്റ് ആക്റ്റീവ് ഫേസ്. പ്രീ ആക്റ്റീവ് ഫേസ് എന്ന് പറയുന്നത് പ്ലാനിങ് ആണ്. അവിടെ നമ്മൾ ഗോൾസ് ആൻഡ് കണ്ടന്റ് എല്ലാം നമ്മൾ ഫിക്സ് ചെയ്യുവാണ്. അവിടെ നമ്മൾ സ്ട്രാറ്റജിസിനെ കുറിച്ച് ഒരു ഡിസിഷൻ എടുക്കുവാണ്. രണ്ടാമത്തത് ഇന്ററാക്റ്റീവ് ഫേസ് ആണ്. അവിടെ നടക്കുന്നത് നമ്മളിപ്പോൾ ഫിക്സ് ചെയ്ത കാര്യങ്ങളുടെ ആക്ഷനും റിയാക്ഷനുമാണ് ചെയ്യുന്നത്. അവിടെ നമ്മുടെ ലേണേഴ്സ് എന്തൊക്കെ പഠിച്ചു എന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്യും. അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങളെ നമ്മൾ മാനേജ് ചെയ്യും. ആൻഡ് ദ തേർഡ് എന്ന് പറയുന്നത് പോസ്റ്റ് ആക്റ്റീവ് ഫേസ് ആണ്. ഇവിടെ എന്ന് പറയുന്നത് ഫോളോ അപ്പും പഠിപ്പിച്ച കാര്യങ്ങളുടെ ഒരു സമ്മറി, ഒരു കൺസൾട്ടേഷനും ഒക്കെയാണ് നടക്കുന്നത്. ഇവിടെ നമ്മൾ ടെസ്റ്റിംഗ് ഡിവൈസ് അല്ലെങ്കിൽ ഇവാലുവേഷൻ മെത്തേഡ്സ് ഒക്കെ നമ്മൾ ഉപയോഗിക്കും. ഈ ഇവാലുവേഷൻ മെത്തേഡ്സ് ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിന്റെ ഒരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടും. ഇനി നമ്മൾ എഡ്യൂക്കേഷന്റെ ഫോംസ് നോക്കുവാണെങ്കിൽ ഫോർമൽ എഡ്യൂക്കേഷൻ ഉണ്ട്, ഇൻഫോർമൽ എഡ്യൂക്കേഷൻ ഉണ്ട്, നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ഉണ്ട്. ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സ്കൂൾസ്, കോളേജ്, യൂണിവേഴ്സിറ്റികളിലൊക്കെ കൊടുക്കുന്ന
വിദ്യാഭ്യാസത്തെയാണ് നമ്മൾ ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളോടോ ഫാമിലിയോടോ ഒപ്പം നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുമ്പോഴോ ഇന്ററാക്ട് ചെയ്യുമ്പോഴോ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന ലേണിങ്ങിനാണ് നമ്മൾ ഇൻഫോർമൽ എന്ന് പറയുന്നത്. നോൺ ഫോർമൽ എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ആയിരിക്കും, പക്ഷെ നമ്മൾ ഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് കോളേജ് ഒന്നും ആയിരിക്കില്ല, അതിന് പുറമേ ഉള്ള ഒരു വിദ്യാഭ്യാസ രീതിയായിരിക്കും ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ, കറസ്പോണ്ടന്റ് കോഴ്സസ് ഒക്കെയാണ് നോൺ ഫോർമലിന്റെ കീഴിൽ വരിക. കോമൺ ആയിട്ട് സ്റ്റുഡൻസിൽ കാണുന്ന ലേണിംഗ് ഡിസബിലിറ്റീസിനെ കുറിച്ച് പറയാം. ഡിസ്ലെക്സിയ, റീഡിങ്ങുമായി ബന്ധപ്പെട്ട ലേണിംഗ് ഡിഫിക്കൽറ്റിയാണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. ഡിസ്കാൽക്കുലിയ, മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസബിലിറ്റി ആണ് ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത്. ഡിസ്പ്രാക്സിയ, അതായത് നമ്മുടെ ഫൈൻ മോട്ടോർ സ്കിൽസിലുള്ള ഡിസബിലിറ്റി ആണത്. ഡിസ്പാഷ്യ അല്ലെങ്കിൽ പാഷ്യ എന്ന് പറയുന്നത് ലാംഗ്വേജ് യൂസിലുള്ള നമ്മുടെ അതൊരു ന്യൂറൽ ഡിസോർഡർ ആണ്. അപ്പൊ നമുക്ക് പ്രോപ്പർ ആയിട്ട് ലാംഗ്വേജ് ഒന്നും ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ദെൻ ഓഡിറ്ററി പ്രോസസ്സിംഗ് ഡിസോർഡർ എന്ന് പറയുന്നത് നമുക്ക് സൗണ്ട്സ് കേട്ട് ഇതാണ് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ സാധിക്കാതെ വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഓഡിറ്ററി പ്രോസസ്സിംഗ് ഡിസോർഡർ എന്ന് പറയുന്നത്. അതുപോലെ വിഷ്വൽ പ്രോസസ്സിംഗ് ഡിസോർഡറും ഉണ്ട്. വിഷ്വൽ ഇൻഫോർമേഷൻസ് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാനും മനസ്സിലാക്കാനും സാധിക്കാത്തൊരു സിറ്റുവേഷൻ ആണ് വിഷ്വൽ പ്രോസസ്സിംഗ് ഡിസോർഡർ എന്ന് പറയുന്നത്. അടുത്തത് ഇന്ന് ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്നത് ഈ പറയുന്ന ലേണിംഗ് ഫെസിലിറ്റീസ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് സ്വയമാണ്. സ്വയത്തിന്റെ ഫുൾ ഫോം വരുന്നത് സ്റ്റഡി വെബ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ്. ഇവിടെ സ്വയം എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് 3 എഡ്യൂക്കേഷണൽ കാർഡിനൽ പ്രിൻസിപ്പിൾസ് ആണ്. ആക്സസ്, ഇക്വിറ്റി ആൻഡ് ക്വാളിറ്റി. എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റണം, എല്ലാവർക്കും ഈക്വലി വിദ്യാഭ്യാസം കിട്ടാൻ പറ്റണം, ആൻഡ് ബെസ്റ്റ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കണം. 2017 9th ജൂലൈയില് ശ്രീ പ്രണവ് മുഖർജിയാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്യുന്നത്. സ്റ്റാർട്ടഡ് ഇറ്റ്സ് ഓൺ എഡ്യൂക്കേഷണൽ ചാനൽ കോൾഡ് as സ്വയം പ്രഭ. അതൊരു മൂക്ക് ഇനിഷ്യേറ്റീവ് ആണ്. 4 ക്വാഡ്രന്റ് ആയിട്ടാണ് ഇതിനകത്ത് നമുക്ക് കോഴ്സസ് അവൈലബിൾ ആകുന്നത്. ഒന്നെന്ന് പറയുന്നത് ഈ ട്യൂട്ടോറിയൽസ് ആണ്, വീഡിയോ ഓഡിയോ കണ്ടന്റുകൾ. 2 ഈ കണ്ടന്റുകൾ അല്ലെങ്കിൽ PDF ടെക്സ്റ്റ്, ബുക്സ്, ഇല്ലുസ്ട്രേഷൻസ് ഒക്കെ. 3 വെബ് റിസോഴ്സസ് റിലേറ്റഡ് ആയിട്ടുള്ള ലിങ്കുകൾ, റിസർച്ച് പേപ്പേഴ്സ്, ആർട്ടിക്കിൾസ്, ജേർണൽസ്. 4 സെൽഫ് അസസ്മെന്റ് അല്ലെങ്കിൽ MCQs, പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻസ്, ക്വിസസ്, അസൈൻമെന്റ്സ്. അങ്ങനെ ഒരു 4 ക്വാഡ്രന്റ് ആയിട്ടാണ് ഇതിനകത്ത് നമുക്ക് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ് വൺ ഇസ് സ്വയം പ്രഭ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമും കൂടി ഉണ്ട്. 34 DTH ചാനൽസിന്റെ ഒരു ഗ്രൂപ്പാണ് സ്വയം പ്രഭ എന്ന് പറയുന്നത്. 24/7 ബേസിസിൽ GSAT 15 സാറ്റലൈറ്റിന്റെ സഹായത്തോടു കൂടി ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ചാനൽ പ്ലാറ്റ്ഫോമാണ് സ്വയം പ്രഭ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് മൂക്ക് ആണ്. മൂക്കിന്റെ ഫുൾ ഫോം വരുന്നത് എ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് ആണ്. ഒരു വെബ് ബേസ്ഡ് പ്ലാറ്റ്ഫോം ആണ്, പ്രൊവൈഡിംഗ് അൺലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് വേൾഡ് വൈഡ് വിത്ത് എ ചാൻസ് ഓഫ് ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ വിത്ത് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിന്നും കുട്ടികൾക്ക് ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്ന ലക്ഷ്യമാണ് മൂക്കിനുള്ളത്. 2008 മൂക്ക് സ്ഥാപിക്കുന്നത്, പക്ഷെ അത് കൂടുതൽ പോപ്പുലാരിറ്റി കിട്ടുന്നതും ഒരു ലേണിംഗ് ടൂൾ ആയിട്ട് ആൾക്കാർ മൂക്കിനെ കൺസിഡർ ചെയ്യാൻ തുടങ്ങുന്നതും 2012 കൂടിയാണ്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. Who among the following is the national coordinator for engineering courses to be launched on സ്വയം platform? സ്വയം പ്ലാറ്റ്ഫോമിൽ എഞ്ചിനീയറിംഗ് കോഴ്സസ് ഓഫർ ചെയ്യുന്നത് ഏത് കോർഡിനേറ്ററിന്റെ അണ്ടറിലാണ്? AICT, NCERT, NPTEL, UGC. The right answer is AICT. Which of the following is included in the teaching of understanding level? Teaching in the levels അനുസരിച്ച് മെമ്മറി ലെവൽ ഉണ്ട്, റിഫ്ലക്റ്റീവ് ലെവൽ ഉണ്ട്, അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഉണ്ട്. ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിന്റെ കീഴിൽ വരുന്നത് ഏതാണ്? ആപ്ലിക്കേഷൻ, കമ്പാരിസൺ, അബ്സ്ട്രാക്ഷൻ, എക്സ്പ്ലോറേഷൻ. അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിന്റെ കീഴെ വരുന്നത് എക്സ്പ്ലോറേഷൻ ആണ്. Which of the following model is used for the development of e-content for MOOCs on Swayam? 4 quadrant, 2 quadrant, flipped classroom, Bloom's taxonomy. Already പറഞ്ഞു.
4 quadrant, 4 രീതിക്കാണ് വരുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. What should be the main objective of teaching? First option, students to pass the examination, to dictate good notes, provide required information related to the subject, to develop thinking power of students. ഒരു ടീച്ചിങ്ങിന്റെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്നും ടീച്ചിങ്ങിന്റെ പ്രധാന ഉദ്ദേശമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് ടു ഡെവലപ്പ് ദ തിങ്കിങ് പവർ ഓഫ് സ്റ്റുഡൻസ്, കുട്ടികളുടെ ചിന്താശേഷി വർദ്ധിപ്പിക്കുക എന്നൊരു ആൻസർ ആണ് നമുക്ക് ഈ തന്നിരിക്കുന്നതിൽ നിന്നും ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. Which of the following sequence accurately represents Morrison's stage of teaching? തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആയിട്ടുള്ള മോറിസന്റെ ഓർഡർ എന്ന് പറയുന്നത് എക്സ്പ്ലോറേഷൻ, പ്രസന്റേഷൻ, റിസൈറ്റേഷൻ, അസിമിലേഷൻ, ഓർഗനൈസേഷൻ. In which level of teaching the main focus laid on capturing and systematic presentation of ideas and information? Memory ലെവലിലാണോ, അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിലാണോ, റിഫ്ലക്റ്റീവ് ലെവലിലാണോ, ഓട്ടോണോമസ് development ലെവലിലാണോ? The right answer is understanding level. CBSEന്റെ full form എന്താണ്? Choice Based Credit System. Swayam is initiated by Government of India with an objective to dash: ensure best quality content produced and delivered, teach all students from class 9 to PG, provide quality materials with a nominal cost, access students continuously and grant degrees, accessed by anyone, anywhere, at any time. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ഈക്വലി എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന, എവിടെ ഇരുന്നും ആക്സസ് ഉള്ള ഒരു സ്വയം എന്ന അല്ലെങ്കിൽ ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ആക്സസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സോ റൈറ്റ് ആൻസർ എ, ബി ആൻഡ് ഇ ആണ്. Which of the following is the key behavior contributing to effective teaching? തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ ഡി ആണ്, explaining concepts in a logical step-by-step presentation. Which teaching aids enhance the skills like reading, listening and pronunciation? ഏത് ടീച്ചിങ് എയ്ഡ് ആണ് റീഡിംഗ്, ലിസണിംഗ് ആൻഡ് പ്രൊനൗൺസിയേഷൻ എൻഹാൻസ് ചെയ്യുന്നത്? ഓഡിയോ ലിംഗ്വൽ ടീച്ചിങ് എയ്ഡ്സുകളാണ് റീഡിങ്ങും ലിസണിങ്ങും അതേപോലെ പ്രൊനൗൺസിയേഷനും ഒരേപോലെ നമ്മളെ എൻഹാൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടുപോകുക. താങ്ക് യു സോ മച്ച്.